പ്രിയ കുട്ടികളെ, ഒന്നാം പാഠത്തിൽ ഒരു കഥ കൂടി നമുക്ക് തീർക്കാനുണ്ട്. നാളെ അവധി ആയതുകൊണ്ടല്ല, പക്ഷെ നാളെ മറ്റൊന്നും കൊണ്ട് ചിലപ്പോൾ ഇത് തീർക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇൻ കേസ് നടന്നില്ലെങ്കിലോ, ആ ഒരു ആശങ്ക കൊണ്ട് ടീച്ചർ ഈ ഒരു കഥ കൂടി ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇടാണ്. കാണണം. നാളെ ടീച്ചർ ഒന്നും കൂടി ക്ലാസ്സിൽ വന്ന് അത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാട്ടോ. പക്ഷികളും ചെറുജീവികളും ചെടികളും മരങ്ങളുമെല്ലാം നമ്മുടെ കണ്ണും കാതും മനസ്സും കവരാറുണ്ട്. ആ അത്ഭുത ലോകത്തെ വർണ്ണശബളമായ ഭാഷയിലൂടെ പരിചയപ്പെടുത്തുമ്പോഴോ. ശന്തനുവിൻ്റെ പക്ഷികൾ. കയ്യിലൊരു ശന്തനു എന്ന് പറഞ്ഞ കുട്ടിയാണ് ഈ കഥയിലെ മെയിൻ കഥാപാത്രം. അവനും അച്ഛനും മാത്രമേ ഉള്ളൂ, 2 കഥാപാത്രങ്ങളെ കഥയിലുള്ളൂ. നമുക്കൊന്ന് കഥയിലേക്ക് പോവാം. കയ്യിലൊരു പൊങ്ങണിക്കൊമ്പുമായി ശന്തനു കാത്തുനിന്ന മുറ്റത്തിൻ്റെ കൂണിൽ സായാഹ്നത്തണൽ പ്ലാവിൻ ചില്ല പഴുതിലൂടെ ഊർന്നിറങ്ങി മണ്ണിലെ വീണിലകളെ പുതപ്പിച്ചുറക്കി. അകലെ പറന്നുപോയ ആകാശത്തിൽ വീശിയ മേഘങ്ങളും മേലെ സുഷിരങ്ങൾ വീണ ഒരു കൂടാരം പോലെ കാവൽ നിന്ന പ്ലാവിൻ കൊമ്പുകളും അവയിലൂടെ ഊറിയ വെയിലിൻ്റെ ആടുന്ന നിഴലുകളും ശന്തനുവിന്മേൽ പ്രസാദിച്ചു. അവനു പിന്നിൽ മുറ്റത്തിൻ്റെ വക്കിലെ ചെമ്പരത്തിപ്പടർപ്പിലെ ചില ഉള്ളനക്കങ്ങൾ ആട്ടുകയും കുലുക്കുകയും ചെയ്തു. ഒരു ദിവസം സന്ധ്യാസമയത്ത്, അതായത് ഉച്ചതിരിഞ്ഞ് 4 മണി സമയത്ത് അവൻ്റെ മുറ്റത്ത് ഉണ്ടായ പ്രകൃതിയിലെ ചില സംഭവങ്ങൾ സാഹിത്യപരമായി കവി വർണ്ണിച്ചു എന്ന് മാത്രം. അവൻ അനങ്ങാതെ മടക്കിയ കയ്യിലൊരു വാൾ പോലെ പിടിച്ച കുങ്ങിണിക്കമ്പുമായി ചെമ്പരത്തിപ്പൊത്തിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് പഴുത്ത ഇലകളുടെ മേൽ ഒരു പാവക്കുട്ടിയെപ്പോലെ നിന്നു. പെട്ടെന്ന് പൊന്തയിലെ ഇളക്കങ്ങൾ ഇലകളെ തള്ളിത്തുറന്ന് ചിറകടികളായി മാറി ആകാശത്തേക്കുയർന്നു. പ്ലാവിൻ തലപ്പിലെ ചില ചാഞ്ചാട്ടങ്ങളായി തീർന്നു. ശന്തനു ഒരിക്കൽ കൂടി പരാജിതനായി. പക്ഷികൾ അവനെ ഒരിക്കൽ കൂടി നിരാശനാക്കി. അവൻ എത്ര അനങ്ങാതെ മിണ്ടാതെ ആശാപൂർവം കാത്തുനിന്നിട്ടും അവൻ്റെ കൊങ്ങിണിക്കൊമ്പിൽ അവർ വന്നിരുന്നില്ല. കൊങ്ങിണി മണത്തിലിരുന്ന് നോവിപ്പിക്കുന്ന കൊച്ചു ചുണ്ടുകളും മായാജാലങ്ങൾ പോലുള്ള കണ്ണുകളും കാറ്റുകൾ വിടർത്തിയൊതുക്കുന്ന തൂവൽ കൂമ്പുകളായി ആ ആതിഥേയനെ ആഹ്ലാദിപ്പിച്ചില്ല. അവനാകട്ടെ അവർ തൻ്റെ കവിളിങ്കൽ ചിറകടിക്കുകയും താണിരിക്കുകയും ചെയ്യുന്നത് അറിയുന്നതിൻ്റെ ആനന്ദത്തിനുമുപരി എത്രയോ കാലമായി അവരോട് ഒരു കാര്യം അന്വേഷിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ ശന്തനു പരാജയപ്പെട്ടു എന്ന് പറയുന്നത് കളിയിലോ പരീക്ഷയിലോ അല്ല. പകരം അവൻ്റെ മുറ്റത്ത് അവൻ ഇഷ്ടപ്പെട്ട ഒരു കുങ്ങിണി മരമുണ്ട്. ആ കുങ്ങിണി മരത്തിൽ പക്ഷികൾ വന്ന് ഇരിക്കുന്നത് കാണാൻ അവൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും പക്ഷികൾ അവൻ്റെ മുറ്റത്തുള്ള ആ കൊങ്ങിണി മരത്തിൽ ഇരിക്കാറില്ല. കൊങ്ങിണി മീൻസ് നമ്മുടെ കൊന്നപ്പൂ, വിഷുക്കൊന്ന, അതാണ് പറയുന്നത്. വിഷുക്കണി വയ്ക്കുന്ന കൊന്നപ്പൂ. പക്ഷെ അവരെപ്പോഴും ഇരിക്കുന്നത് ആ മുറ്റത്തുള്ള ചെമ്പരത്തി ചെടിയിലാണ്. അവൻ എപ്പോഴും വിചാരിക്കും അവൻ ഇഷ്ടപ്പെട്ട ഈ കൊന്ന മരത്തിൽ കിളികൾ വന്നിരിക്കുന്നതും പറന്നു പോകുന്നതും കാണാൻ അവൻ ആഗ്രഹിക്കുമെങ്കിലും ഒരിക്കൽ പോലും കിളികൾ കൊന്നമരത്തിൽ ഇരിക്കാറില്ല. പകരം എപ്പോഴും ചെമ്പരത്തി ചെടിയിലാണ് ഇരിക്കാറ്. ആ ഒരു കാഴ്ച ഇന്നും നടന്നു, അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇന്നും നടന്നു. അതാണ് അവനെ നിരാശനാക്കിയതും അവനെ പരാജിതനാക്കി കിളികൾ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതും അതാണ്. ഇനി എന്തിനാണ് ഈ കൊങ്ങിണി മരത്തിൽ കിളികൾ വന്നിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത്? അവരോടൊരു കാര്യം അന്വേഷിച്ചറിയാനാണ്. നിങ്ങൾ മരിക്കുമ്പോൾ എവിടെയാണ് പോവുക? അതോ നിങ്ങൾക്ക് മരണമില്ലേ? ഈ ചോദ്യം പക്ഷികളോട് ചോദിക്കണം എന്ന് കരുതിയിട്ടാണ് അവൻ കൊങ്ങിണി മരത്തിൽ പക്ഷികൾ വരുന്നതും കാത്തിരിക്കുന്നതും. കാരണം തൻ്റെ 5 വയസ്സിനുള്ളിൽ ശന്തനു പലവിധ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയത് പക്ഷികൾക്ക് മരണമില്ല എന്നായിരുന്നു. അവനാകെ 5 വയസ്സാണ് ഈ കഥയിൽ ശന്തനുവിന് ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ മറ്റേതോ രഹസ്യം അവയ്ക്കുണ്ട് എന്നും. ശന്തനു മരിച്ച മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ടിട്ടുണ്ടായിരുന്നു. മരിക്കുന്ന പൂച്ചയ്ക്ക് ഒരിക്കൽ കൂട്ടിരുന്നിട്ടുണ്ടായിരുന്നു. പാതയിലെ മഴവെള്ളക്കുണ്ടിൽ നിന്ന് നനഞ്ഞൊട്ടിയ രോമങ്ങളും തുറന്ന വായുമായി ഒരു പൂച്ച ഇഴയുന്നത് കണ്ട് ശന്തനു ഓടിച്ചെന്നു.
നീട്ടിയ നഖങ്ങൾ കൊണ്ട് മണ്ണിൽ മാന്തിപ്പിടിച്ച് ഒരു മനുഷ്യനെ പോലെ കിതച്ചുകൊണ്ട് അത് എന്തിൽ നിന്നോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ശന്തനു അതിനടുത്ത് കുത്തിയിരുന്ന് ചുറ്റും നോക്കവേ 3 നായകൾ വലിയ ഉല്ലാസത്തോടെ അവനെപ്പോലും വകവയ്ക്കാതെ പൂച്ചയ്ക്ക് നേരെ പാഞ്ഞു വന്നു. പൂച്ചയുടെ ശരീരത്തിലെ മുറിവുകൾ ശന്തനുവിന് അപ്പോൾ മനസ്സിലായി. അവൻ അട്ടഹസിച്ചുകൊണ്ട് നായയെ കല്ലെറിഞ്ഞ് ഓടിച്ചു. നഖങ്ങൾ വിടർത്തിയ ഒരു കൈ ഒരു വൻ ശ്രമത്തോടെ നായകൾക്കെതിരെ ഉയർത്തിപ്പിടിച്ചത് പൂച്ച താഴ്ത്തി. അതിൻ്റെ ചീറ്റൽ തൊണ്ടയിൽ നിന്നുയർന്ന് ഒരു മനുഷ്യ ശബ്ദമായി മാറി. അത് ഒരാശ്വാസത്തോടെ മഴവെള്ളത്തിലേക്ക് മറഞ്ഞുകിടന്ന് ശന്തനുവിനെ നോക്കി. അതിൻ്റെ കണ്ണുകളിലേക്ക് ശന്തനുവും ഉറ്റുനോക്കി. അങ്ങനെ നോക്കിയിരിക്കെ അത് കണ്ണുകളടച്ചു ശന്തനുവിൻ്റെ മുൻപിൽ തന്നെ മരിച്ചു. അതായത് ഒരു പൂച്ചയുടെ മരണം ശന്തനു കണ്ടിട്ടുണ്ട്. അതിൻ്റെ വർണ്ണനയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അങ്ങനെ ഒരു വലിയ സമാധാനവും കാരുണ്യവും പുണർന്നു. അവൻ എഴുന്നേറ്റ് ഒരു ഇല പറിച്ച് പൂച്ചയുടെ നനഞ്ഞ വാലിൽ പിടിച്ചുയർത്തി അതിനെ വഴിവക്കത്തെ പുല്ലുകളിലേക്ക് മാറ്റിയിട്ടു. നായകളിൽ ഒരെണ്ണം അകലെ നിന്ന് വീണ്ടും തിമർത്ത് ഓടിച്ചാടി വന്നു. ശന്തനു ഒന്നും ചെയ്തില്ല. നായ പൂച്ചയുടെ ശവത്തിനടുത്തു ചെന്ന് അതിനെ മണത്തു. ഒന്നുകൂടി മണത്തു. തലയുയർത്തി 1-2 തവണ വാലാട്ടി. ഒരു നിമിഷം ഉറപ്പില്ലാതെ അത് അവിടെ നിന്നു. പിന്നെ ചാറിത്തുടങ്ങിയ മഴയിലൂടെ എങ്ങോട്ടോ മെല്ലെ നടന്നകന്നുപോയി. പക്ഷേ പക്ഷികൾ അവനെ അലോസരപ്പെടുത്തിയ ഒരു രഹസ്യം നിർമ്മിച്ചു. അവ മരിക്കുന്നുവെങ്കിൽ എവിടെ അവയുടെ മൃതദേഹങ്ങൾ? ഒരു പക്ഷി പോലും മരിച്ചു കിടക്കുന്നത് ശന്തനു കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ രഹസ്യാന്വേഷണങ്ങളെല്ലാം വിരൽ ചൂണ്ടിയത് മറ്റെന്തോ നിഗൂഢ രഹസ്യത്തിലേക്കാണ്. പക്ഷികളുടെ മരണത്തെപ്പറ്റിയുള്ള ഈ അന്വേഷണങ്ങളിൽ ശന്തനുവിനു തന്നെ ഒരു ഗൂഢ ഉദ്ദേശമുണ്ടായിരുന്നു. ഒരിക്കലും തൻ്റെ കയ്യിൽപ്പെടാതെ പറന്നു വന്ന പക്ഷികളെ മരണത്തിൽ അവർ കിടപ്പുറപ്പിക്കുമ്പോൾ സ്വസ്ഥമായി കയ്യിലെടുത്ത് പരിശോധിക്കാമല്ലോ എന്ന സാർത്ഥ ചിന്തയായിരുന്നു ഇത്. പൂച്ചയും പട്ടിയുമെല്ലാം മരിക്കുന്നത് കണ്ടിട്ടുണ്ട് എങ്കിലും ഒരു പക്ഷി പോലും മരിച്ചു കിടക്കുന്നത് ശന്തനു കാണാത്തതുകൊണ്ട് ആ കുഞ്ഞു കുട്ടി വിചാരിച്ചു പക്ഷികൾക്ക് മരണമില്ല, മറ്റെന്തോ രഹസ്യം അവയുടെ ശരീരത്തിൽ ദൈവം വച്ചിട്ടുണ്ടെന്ന്. 5 വയസ്സായ കുട്ടിയുടെ ബുദ്ധിയല്ലേ, അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നും പറയണ്ട. കാരണം നമ്മൾ ഒരുപാട് പക്ഷികളുടെ പക്ഷികൾ ഇലക്ട്രിക് കമ്പിയിന്മേൽ ചത്ത് കിടക്കുന്നതും മരിച്ച് നിലത്തെടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പാവം ശന്തനു അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവർ ഏതോ ഒളിവിടങ്ങളിലാണ് മരിക്കുന്നത് എന്ന് കരുതി അവൻ കുരുവികളെ അവയുടെ കാറ്റിലാടുന്ന കൂടുകളിലേക്കും പൊന്മാന്മാരെ അവയുടെ കയ്യാലപ്പൊത്തുകളിലേക്കും കരിക്കിലപ്പിടകളെ പാണൽക്കാടുകളുടെ അനന്തതയിലൂടെയും നിരന്തരമായി പിന്തുടരുന്നു. അപ്പോൾ പക്ഷികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി അവൻ്റെ തൊടിയിലുള്ള ഈ പറഞ്ഞ പൊന്മാനെയും അതുപോലെ തന്നെ കുരുവീനൊക്കെ അവരറിയാതെ ഫോളോ ചെയ്യുമായിരുന്നു. പക്ഷേ അവയെല്ലാം ചിറകുകളുടെ ഒരു ജാലവിദ്യയിൽ ഇലകളുടെ ഒരു കരവിരുതിൽ രക്ഷപ്പെട്ടു. പൊന്തയിലും ചതുപ്പിലും ഈറ്റക്കാടുകളുടെ മുള്ളും മൂർച്ചയുമാർന്ന ഒളിമ്പാതകളിലും ശന്തനു പക്ഷികളെ അനുഗമിച്ചു. അവൻ മറ്റെത്രയോ കൊച്ചു രഹസ്യ മൃതദേഹങ്ങൾ കണ്ടെത്തി. അണ്ണാന്മാർ, എലികൾ, പാമ്പുകൾ, ഒരിക്കലൊരു കുറുക്കൻ, ചിത്രശലഭങ്ങൾ എന്നിങ്ങനെ ആരൊക്കെയോ അവൻ്റെ മരണാന്വേഷണ പാതകളിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ മൃതരുടെ നിരകളിൽ അവൻ ഒരു പക്ഷിയെ പോലും കണ്ടില്ല. പക്ഷികളറിയാതെ അവൻ പക്ഷികളെ ഫോളോ ചെയ്തപ്പോൾ ഒരുപാട് ജീവികളുടെ മൃതശരീരങ്ങൾ കണ്ടുവെങ്കിലും ഒരു പക്ഷി പോലും മരിച്ചു കിടക്കുന്നത് അവന് കാണാനായിട്ട് സാധിച്ചില്ല. ഇക്കാലത്തായിരുന്നു ശന്തനു ദൈവത്തെപ്പറ്റി കേട്ടത്. മരിച്ചു പോകുന്നവരെ സ്വീകരിക്കുന്നവനും ജീവിക്കുന്നവരോട് സ്നേഹമുള്ളവനുമാണ് ദൈവം. അദ്ദേഹത്തിന് മേഘങ്ങളിലൂടെ പറക്കാം, കാടുകളിലൂടെ പതുമാം, കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കാം, വെള്ളത്തിൽ ഒരു ഇലയായി ഒഴുകാം. മരിച്ചവരുടെ ആത്മാക്കളുമായി ദൈവം മേഘങ്ങൾക്കപ്പുറത്ത് പറന്നു കളിക്കുകയും ജീവിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദ ശബ്ദങ്ങൾക്കായി കാതോർക്കുകയും ചെയ്യുന്നു. ദൈവത്തിനെ കാണാൻ പ്രയാസമില്ല, അദ്ദേഹം എവിടെയുമുണ്ട്. അങ്ങനെ ഇരിക്കെ തോട്ടുവക്കിലെ ചതുപ്പിൽ മരിച്ചു കിടന്ന ഒരു മീനിൻ്റെ ചെതമ്പലുകളുടെ വർണ്ണങ്ങൾ
ശന്തനു പരിശോധിച്ചിരിക്കവേ ചതുപ്പിൻ്റെ നനവിലൂടെ ദൈവം അവൻ്റെ മുന്നിലേക്ക് വന്നു. അവനെ ഉറ്റുനോക്കിക്കൊണ്ട് മെല്ലെ സ്നേഹത്തോടെ അവനോട് എന്തെല്ലാമോ പറഞ്ഞു. ശന്തനു ഒരു വലിയ തൃപ്തിയോടെ മീനിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് തോട്ടിലേക്ക് ഊളയിട്ടു. മരിച്ച മീൻ വെയിലിൽ ഒരു വെള്ളക്കീറ് പോലെ തകിടം മറഞ്ഞ് തിളങ്ങിക്കൊണ്ട് ഓളങ്ങളിൽ ഒഴുകിപ്പോയി. ശന്തനു കരയ്ക്കു കയറി ഒരു കൈ വെള്ളം കോരി ദൈവത്തിനു നേരെ നീട്ടി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നമുക്ക് പറന്നു പോകാം. ദൈവം അവനോട് എന്തോ രഹസ്യങ്ങൾ വീണ്ടും വീണ്ടും മന്ത്രിച്ചു. കുറേ ദിവസം കഴിഞ്ഞ് ശന്തനു ഒരു സ്വപ്നം കണ്ടു. താനൊരു പൂത്ത മരം പോലെയുള്ള കൊങ്ങിണിക്കൊമ്പും കയ്യിൽ പിടിച്ച് മുറ്റത്തിൻ്റെ കോണിൽ നിൽക്കുകയാണ്. അതിലെ കായകളും പൂക്കളുമെല്ലാം മരം കുത്തികളും പൊന്മാന്മാരും ഓലഞ്ഞാലിക്കിലുകളും പച്ചില കുടുക്കകളുമാണ്. ഇലകളിൽ നിന്ന് അവ തല പുറത്തേക്ക് നീട്ടി നോക്കിയിരിക്കുന്നു. പറന്നുയരുകയും താണിരിക്കുകയും ചെയ്യുന്നു. ശന്തനു അവരുടെ ചിറകടികളും പാട്ടുകളും മൂളക്കങ്ങളും കേട്ടു. മേഘങ്ങൾ താണിറങ്ങി വന്ന് മൂടൽ മഞ്ഞുപോലെ കൊങ്ങിണിച്ചിലകളെ ഉരുമിപ്പോയി. ചില്ലകളിൽ നക്ഷത്രങ്ങൾ തങ്ങി നിന്നു. ഒരു കവരത്തിൽ ചന്ദ്രക്കല തൂങ്ങിക്കിടക്കുന്നു. അവയ്ക്കിടയിലൂടെയെല്ലാം പക്ഷികൾ ചിറകു വീശിയലഞ്ഞു. ശന്തനു മെല്ലെ മെല്ലെ ഒരു യന്ത്രപ്പാവയെപ്പോലെ തല തിരിച്ച് പൂക്കൊമ്പിലേക്ക് നോക്കി. തൻ്റെ നാവിൻ്റെ തുമ്പത്ത് തരിച്ചു നിന്ന ആ ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് മരണമില്ലേ? നിങ്ങൾ മരിച്ച് എവിടെ പോകുന്നു? ഏതോ കോളിളക്കത്തിൽ 1000 ജാലകവാതിലുകൾ ഒന്നിച്ചടയുന്നത് പോലുള്ള ഒരു ചിറകടിയൊച്ചയോടെ അവനു ചുറ്റും ഒരു കൊടുങ്കാറ്റിളക്കിക്കൊണ്ട് പക്ഷികൾ ഇടിമിന്നലുകളെ പോലെ ആകാശത്തിലേക്ക് പാഞ്ഞുപോയി. കൊങ്ങിണിക്കൊമ്പും നക്ഷത്രങ്ങളും മാഞ്ഞുപോയി. കുട്ടി കണ്ടൊരു സ്വപ്നത്തെക്കുറിച്ചാണ് കേട്ടോ ഇത്രയും നേരം നമ്മൾ വിവരിച്ചത്. ഒരു നിർഭയമായ ശൂന്യത ശന്തനുവിനു ചുറ്റും ചൂളം കുത്തിപ്പറന്നു. ശന്തനു ഉറക്കം തെളിഞ്ഞ് ഒരു കഠിന ദുഃഖത്തോടെ ജാലകത്തിനപ്പുറത്ത് ഇരുട്ട് നക്ഷത്ര വെളിച്ചവുമായി ചേർന്ന് ഏതോ മായാരൂപങ്ങളെ ഉണർത്തിയിരിക്കുന്നത് നോക്കിക്കിടന്നു. അകലെ കാടുകളിൽ ദൈവം മിന്നാമിനുങ്ങളായി എരിയുകയും കെടുകയും ചെയ്തുകൊണ്ട് ശന്തനുവിൻ്റെ ഏകാന്തതയെ നോക്കിയിരുന്നു. കൂമ്പുകയും വിടരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രകാശത്തെ നോക്കിക്കിടന്ന് ശന്തനു സ്വപ്നമില്ലാത്ത ഒരു ഉറക്കത്തിലേക്ക് താണു. പിറ്റേന്നവൻ പ്ലാവിൻ ചുവട്ടിൽ ഒരു കൊങ്ങിണിക്കൊമ്പുമായി പ്രത്യക്ഷപ്പെട്ടു. പിന്നെ എല്ലാ ദിവസവും പക്ഷികൾ അവനെ തോൽപ്പിച്ചു. ഇന്ന് ശന്തനു കൊങ്ങിണിച്ചില്ല താഴെയിട്ടിട്ട് മുറ്റത്തെ താഴുന്ന വെയിലിലൂടെ നടന്ന് വരാന്തയിൽ കയറി. കുറേ സമയം അവൻ പ്ലാവിൻ കൊമ്പുകളിലെ നാദനില്ലാത്ത ചാട്ടങ്ങളിലേക്ക് നോക്കി നിന്നു. പിന്നെ വീടിനകത്ത് ഒരു കസേരയിൽ വായിച്ചു കൊണ്ടിരുന്ന അച്ഛൻ്റെ മടിയിൽ കയറി അച്ഛനു നേരെ തിരിഞ്ഞിരുന്നു. അച്ഛൻ്റെ ഇരു കവളിലും പിടിച്ച് മുഖം അടുപ്പിച്ച് കണ്ണുകളിലേക്ക് നോക്കി. അച്ഛൻ ചോദിച്ചു, എന്താ ശന്തനു, എന്താണോ നിന്റെ പ്രശ്നം? അവൻ ചോദിച്ചു, അച്ഛാ, പക്ഷികൾ മരിക്കില്ലേ? ഇല്ല ശന്തനു, അച്ഛൻ പറഞ്ഞു. പിന്നെ അവർക്ക് എന്തു പറ്റുന്നു? അവൻ ചോദിച്ചു. അച്ഛൻ ശന്തനുവിൻ്റെ മുഖം തൻ്റെ കൈകളിൽ ലാളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നോട് ഞാൻ രഹസ്യമായി പറയാം. അവർ മരിക്കുന്നതിന് പകരം പറന്നു പോകുന്നു. മേഘങ്ങളിലൂടെ മലകളും പുഴകളും കടന്ന്, പിന്നെ ചന്ദ്രനെയും സൂര്യനെയും കടന്ന്, ശൂന്യാകാശങ്ങളിലൂടെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പിന്നിട്ട് പുതിയ ലോകങ്ങളിലേക്ക് പറക്കുന്നു. ദൈവം പൂത്തിരി പോലെ കത്തുന്നൊരു നക്ഷത്രമായി അവർക്ക് വഴികാട്ടുന്നു. ശന്തനു ഒരു രോമാഞ്ചത്തോടെ അച്ഛൻ്റെ ഇരു ചെവികളിലും പിടിച്ച് മുഖം തന്നോടടുപ്പിച്ചിട്ട് ചോദിച്ചു, എൻ്റെ അമ്മയും അങ്ങനെ പറന്നു പോകുന്നത് കണ്ടുവെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? എൻ്റെ അമ്മ ഒരു പക്ഷിയായിരുന്നു. അപ്പോൾ അവൻ്റെ ചോദ്യത്തിനുള്ള അവസാനം ഉത്തരം കിട്ടി. അതായത് പക്ഷിക്ക് മരണമില്ല എന്നും പക്ഷികൾ പറന്ന് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണോ എന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ശന്തനു ചോദിക്കുകയാണ്, എൻ്റെ അമ്മയും അതുപോലെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പറന്നു പോയതാണോ? കാരണം ശന്തനുവിൻ്റെ അമ്മ മരിച്ചിരുന്നു. ശന്തനുവിൻ്റെ ഓർമ്മയിൽ അമ്മ ഇല്ല. അവൻ ഓർമ്മ വെക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ മരിച്ചു പോയിരുന്നു. അതെ എന്ന് അച്ഛൻ പറയുന്നത് കേൾക്കാൻ ചെവിയോർത്ത് കോരിത്തരിച്ചുകൊണ്ട് ശന്തനു അച്ഛൻ്റെ മടിയിലിരുന്നു. പുറത്ത് താഴുന്ന വെയിലിനെ നടുക്കുന്ന ചിറകടി മുഴക്കങ്ങളുമായി ശന്തനുവിൻ്റെ പക്ഷികൾ ആകാശത്തിലേക്ക് ഉയർന്നു.
മലകളിൽ നിന്ന് ഇളകി വന്ന ഒരു കാറ്റിലൊഴുകിപ്പോയി. അതായത് അവൻ ഇത്രയും നാൾ അവൻ്റെ സംശയം എന്തായിരുന്നു, പക്ഷികൾക്കും മരണമില്ലേ, അവർ എവിടെ പോകുന്നു എന്ന ചോദ്യം ചോദിക്കാൻ കാരണം അവൻ്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ട്, മറ്റ് പല ജീവികളും മരിക്കുന്നവൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു പക്ഷി പോലും മരിച്ചത് അവൻ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പക്ഷിയാവുന്നല്ലേ കുറച്ചും കൂടി നല്ലത്. അവർക്ക് മരണമില്ല എന്നാണ് ആ കൊച്ചുകുട്ടി സങ്കല്പിച്ചിരുന്നത്. അപ്പം ആ കുട്ടിയുടെ സങ്കല്പ കഥയാണ് നമ്മൾ ഇത്രയും നേരം വായിച്ചത്. ഈ കഥ നമുക്ക് വേണ്ടി എഴുതുന്നത് സക്കറിയ എന്ന കവിയാണ്, അല്ലെങ്കിൽ നോവലിസ്റ്റാണ്. ഇത് നിങ്ങൾ കേൾക്കുക. നാളെ ടീച്ചർ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടുതൽ തന്നുകൊള്ളാം.